ഹായ്, ഞാനിന്ന് ലീനിയർ സെമിനാറിൻ്റെ ലാസ്റ്റ് പോർഷൻ ബെസ്സൽസ് ഇനീക്വാളിറ്റിയാണ് എടുക്കുന്നത്. നമുക്ക് പ്രൂഫ് നോക്കാം. ലെറ്റ് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n be an orthogonal set of non-zero vectors in an inner product space V. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിയിലെ നോൺ സീറോ വെക്റ്റേഴ്സിൻ്റെ ഒരു ഓർത്തോഗണൽ സെറ്റാണ് സെറ്റ് ആൽഫ 1, ആൽഫ 2, എക്സെട്ര ആൽഫ n എന്ന് പറയുന്നത്. ഇനി ആ സെറ്റിൽ ബീറ്റ എന്ന് പറയുന്ന വേറൊരു വെക്റ്റർ കൺസിഡർ ചെയ്തു. ഇഫ് ബീറ്റ ഈസ് എനി വെക്റ്റർ ഇൻ വി, ദെൻ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ കെ മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ സ്ക്വയർ ആൻഡ് ഇക്വാലിറ്റി ഹോൾഡ്സ്. ഈ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് ബീറ്റ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റയുടെ വാല്യൂ ഇത് വരുമ്പോൾ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യും, അല്ലെങ്കിൽ ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുമ്പോൾ ബീറ്റയുടെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ, നമുക്ക് പ്രൂഫ് നോക്കാം. നമ്മളിവിടെ ബീറ്റ എന്ന് പറഞ്ഞെടുക്കുന്നത് സമ്മേഷൻ ഓവർ കെ, ബീറ്റയുടെ വാല്യൂ ഇതല്ലേ, അതിന് നമ്മൾ ഗാമ എന്ന് കൊടുത്തു. എന്ന് വെച്ചാൽ ഗാമ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രോഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബീറ്റ ഈക്വൽ ടു ഗാമ പ്ലസ് ഡെൽറ്റ കിട്ടും. ഇതിൽ ഗ്രാം ഷ്മിഡ്സ് ഓർത്തോഗണലൈസേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്നർ പ്രൊഡക്റ്റ് ഗാമ ഡെൽറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്നതാണ്. അതിൻ്റെ ബാക്കി ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സെറ്റ് ആൽഫ 1, എക്സെട്ര ആൽഫ n ബീറ്റ ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ഡെൽറ്റ നമ്മൾ എടുക്കുകയാണ് ബീറ്റ മൈനസ് സം വാല്യൂ നമ്മളിവിടെ എടുക്കുന്നത് സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് ഗാമയായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഡെൽറ്റ ഈക്വൽ ടു ബീറ്റ മൈനസ് ഗാമ വരും. അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത് എന്താവും? ഗാമ പ്ലസ് ഡെൽറ്റ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് ഡെൽറ്റ ആൽഫ കെ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഓർത്തോഗണലാണെന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. ഗാമ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൽഫേനെയാണ്. അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഡെൽറ്റ ഗാമ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഇന്നർ പ്രൊഡക്റ്റ് ഗാമ ഡെൽറ്റ ഈക്വൽ ടു 0 കിട്ടി. അതേപോലെ തന്നെ ഇന്നർ പ്രൊഡക്റ്റ് ഡെൽറ്റ ഗാമ ഈക്വൽ ടു 0 കിട്ടി. ഇനി നമുക്ക് തിരിച്ചു പോവാം. ബീറ്റ എന്ന് പറയുന്നത് ഗാമ പ്ലസ് ഡെൽറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നോം ബീറ്റ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോം എടുത്തിട്ട് സ്ക്വയർ ചെയ്യാണ്. നോം ബീറ്റ സ്ക്വയർ ഈക്വൽ ടു അപ്പോൾ റൈറ്റ് സൈഡ് എന്ത് വരും? നോം ഗാമ പ്ലസ് ഡെൽറ്റ ഹോൾ സ്ക്വയർ വരും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചേക്കുന്നതാണ്. നോം സ്ക്വയർ വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇന്നർ പ്രൊഡക്റ്റ് ഗാമ പ്ലസ് ഡെൽറ്റ എന്ന് എഴുതി. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എ പ്ലസ് ബി ബൈ സം എ പ്ലസ് ബി ആണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിനെ എ വെച്ച് ഡിവൈഡ് ചെയ്യും, പിന്നെ ബി വെച്ച് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഗാമ പ്ലസ് ഡെൽറ്റേനെ ആദ്യം ഗാമ വെച്ച് ഡിവൈഡ് ചെയ്യും, നെക്സ്റ്റ് ഡെൽറ്റ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നോക്കൂ, നോം ഗാമ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ ബൈ ഗാമ എന്താണ്? നോം ഗാമ സ്ക്വയർ അല്ലേ. അതേപോലെ പിന്നെ നെക്സ്റ്റാണ് ഞാൻ എഴുതിയേക്കുന്നത് ഡെൽറ്റ ബൈ ഗാമ വരും. അതേപോലെ തന്നെ ഇനി ഡെൽറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ഗാമ ഡെൽറ്റ കിട്ടി. അതേപോലെ ഡെൽറ്റ ബൈ ഡെൽറ്റ എന്ന് പറയുമ്പോൾ നോം ഡെൽറ്റ സ്ക്വയർ വന്നു. ഇനി നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ടായി നേരത്തെ ഇന്നർ പ്രൊഡക്റ്റ് ഗാമ ഡെൽറ്റ 0 ആണ്. അതേപോലെ ഇന്നർ പ്രൊഡക്റ്റ് ഡെൽറ്റ ഗാമ 0 ആണ്. അപ്പോൾ അത് രണ്ടും 0 ആയിപ്പോയി. ബാക്കി എന്താ ഉള്ളത്? നോം ഗാമ സ്ക്വയർ ഉണ്ട് പ്ലസ് നോം ഡെൽറ്റ സ്ക്വയർ ഉണ്ട്. ഇനി നമ്മൾ നോം ഗാമ സ്ക്വയർ എടുക്കുകയാണ്. അതെന്താണ്? ഇന്നർ പ്രൊഡക്റ്റ് ഗാമ അല്ലേ. അപ്പോൾ അത് രണ്ടും സമ്മേഷൻ ഓവർ കെയും സമ്മേഷൻ ഓവർ ജെയും കൺസിഡർ ചെയ്യാണ്. അപ്പോൾ സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ഇന്നർ പ്രൊഡക്റ്റ് സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ആൽഫ കെ സമ്മേഷൻ ഓവർ ജെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ ജെ ഡിവൈഡഡ് ബൈ നോം ആൽഫ ജെ സ്ക്വയർ ആൽഫ ജെ. ഇനി നമ്മൾ സി എടുത്ത പോർഷനിലുണ്ട് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ജെ ഈക്വൽ ടു 0 ആവുന്നത് ഏതൊക്കെ സിറ്റുവേഷനിൽ? ഐ നോട്ട് ഈക്വൽ ടു ജെ വരും വേണം. അപ്പോൾ ഇവിടെ കെയും ജെയ്ക്കും ഡിഫറെൻറ്റ് വാല്യൂസ് വരുമ്പോഴൊക്കെ ഇവിടെ 0 ആവും. ബാക്കി കെ ഈക്വൽ ടു കെ വരുമ്പോഴല്ലേ കെയുടെ
വാല്യൂ സെയിം ആകുമ്പോഴല്ലേ ഇത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമ്മേഷൻ ഓവർ കെ വരുമ്പോഴാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇന്നർ പ്രൊഡക്റ്റ് സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ. ഇനി നമ്മളിത് ഡിനോമിനേറ്ററിൽ വരുന്നത് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ കോഞ്ചുഗേറ്റ് അല്ല വരാം. അപ്പോൾ ജെയുടെ വാല്യൂ എന്തായി? കെ തന്നെയായില്ലേ. അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ഇവിടെ കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ആൽഫ ജെ എന്നുള്ളത് എന്തായി? ആൽഫ കെ. അപ്പോൾ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു മുകളിൽ ആൽഫ കെ താഴെ ആൽഫ കെ. അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ എന്ന് എഴുതാം. ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാം? നോം ആൽഫ കെ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള നോം ആൽഫ കെ സ്ക്വയറും ഡിനോമിനേറ്ററിൽ ഒരെണ്ണവും ക്യാൻസൽ ആവും. ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു നോം ആൽഫ കെ സ്ക്വയർ ഉണ്ടാവും. ഈ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് വരുമ്പോൾ എന്ത് കിട്ടും? സമ്മേഷൻ ഓവർ കെ. അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോഡ്ലെസ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ഗാമ സ്ക്വയർ എന്നുള്ളത് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ എടുത്തിട്ടുണ്ട് നോം ബീറ്റ സ്ക്വയർ ഈക്വൽ ടു നോം ഗാമ സ്ക്വയർ പ്ലസ് നോം ഡെൽറ്റ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഡെൽറ്റയുടെ വാല്യൂ ഇപ്പോൾ ഇവിടെ ഇല്ല വിചാരിക്കുക. അപ്പോൾ ബീറ്റ ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് ബീറ്റ എന്ന് പറയുന്നത് ഗാമ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ്. അപ്പോൾ ഈ ഡെൽറ്റ ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം ഗാമ സ്ക്വയർ ആയിരിക്കില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ നോം ഗാമ സ്ക്വയർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സമ്മേഷൻ ഓവർ കെ മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സമ്മ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോം ബീറ്റ സ്ക്വയർ കിട്ടണം. അപ്പോൾ അത് പറഞ്ഞാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ എന്ന് പറയുന്നത് മറ്റേനേക്കാൾ എന്തായാലും വലുതായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ നോം ബീറ്റ സ്ക്വയർ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതുമ്പോൾ സമ്മേഷൻ ഓവർ കെ മോഡ് ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം ആൽഫ കെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ബീറ്റ സ്ക്വയർ എന്ന് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈ ഡെൽറ്റയുടെ വാല്യൂ 0 ആകുമ്പോഴല്ലേ നമുക്ക് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ കിട്ടണേ. അപ്പോൾ ക്ലിയർലി ഇക്വാലിറ്റി ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 0 ആയിരിക്കണം. ഡെൽറ്റ 0 എന്ന് പറഞ്ഞാൽ എന്തുട്ടാ? ബീറ്റയുടെ വാല്യൂ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ വരും. അല്ലെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇതാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ബീറ്റ എന്തായാലും വാല്യൂ എന്താണ്? സമ്മേഷൻ ഓവർ കെ ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ കെ ബൈ നോം ആൽഫ കെ സ്ക്വയർ ഇൻറ്റു ആൽഫ കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വാളിറ്റി ഇത് കിട്ടും. അല്ലെങ്കിൽ ഇക്വാളിറ്റി ഇതാണെന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ ഇതാണ്. ഓക്കെ, താങ്ക് യു.